അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. വെൽക്കം ബാക്ക്. ഇന്നത്തേത് നമ്മുടെ ഉംറ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഈ വീഡിയോയിൽ റിയാദിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്രാവിശേഷങ്ങളാണ്. പിന്നെ മീക്കാത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും മക്കയിലെ ഹോട്ടൽ സ്റ്റേയും ഹറമിലെ കുറച്ച് കാഴ്ചകളും കൂടി നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു 8:30 ആയപ്പോഴേക്കും നമ്മൾ റിയാദിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ലേഡീസ് എല്ലാവരും ഇഹ്റാം ഡ്രസ്സിൽ തന്നെ ആയിരുന്നു. ഹോട്ടലിൽ തന്നെ ഇഹ്റാം ഡ്രസ്സിലായിരുന്നു. പിന്നെ ബോയ്സ് മീക്കാത്തിലെത്തിയതിന് ശേഷം ഇഹ്റാം ക്ലോത്ത് ഇടാം എന്നുള്ള പ്ലാനിലാണ് ഇറങ്ങിയത്. റിയാദിൽ നിന്ന് മക്കയിലേക്ക് 8 മണിക്കൂർ ഡ്രൈവാണ്. മക്കയിലേക്കുള്ള ഹൈവേ റൂട്ട് 14 എന്നാണ് പറയണത്. ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം, റിയാദിൽ നിന്ന് ഒരു 7:30 ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നന്നാവുക. കാരണം ഞങ്ങൾ 8:30-ക്ക് ഇറങ്ങി മീക്കാത്തിലെത്തിയപ്പോഴേക്കും വൈകിട്ട് 6 മണിയായിരുന്നു. ഇപ്പം പെട്ടെന്ന് ഇരുട്ടാവുന്ന ഒരു സമയമായതുകൊണ്ട് നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ ഒരു 5 മണിയാകുമ്പോഴേക്കും മീക്കാത്തിലെത്താൻ പറ്റും. പിന്നെ മീക്കാത്തിൽ നിന്ന് മക്കയിലേക്കുള്ള ഡ്രൈവിൽ കുറേ ഭാഗം നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത ഏരിയയിൽ കൂടി ഡ്രൈവ് ചെയ്യേണ്ടി വരും. അത് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ ആ പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. റോഡ്സ് എല്ലാം നല്ല കണ്ടീഷനിലായതുകൊണ്ട് ഡ്രൈവിങ് നല്ല ഈസിയാണ്. പിന്നെ ട്രാഫിക്കും വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 120 അല്ലെങ്കിൽ 140-ൽ ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. എമർജൻസി നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെക്കുക. 911-ഉം 999-ഉം ആണ് എമർജൻസി നമ്പേഴ്സ്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ പോലീസിനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആവശ്യത്തിനുള്ള പെട്രോൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പെട്രോൾ ഫില്ല് ചെയ്യുക. അതുപോലെ അത്യാവശ്യത്തിനുള്ള ഫുഡും വെള്ളമൊക്കെ നമ്മളെ കയ്യിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. പ്രത്യേകിച്ച് കുട്ടികളായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഫുഡൊന്നും വാങ്ങിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഷോപ്സ് കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. യാത്രയിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തത്. 2-3 സ്ഥലങ്ങളിൽ നിർത്തി ജസ്റ്റ് ഒരു 10 മിനിറ്റ്സിൻ്റെ റെസ്റ്റിന് ശേഷം വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്തു. പുറത്തുള്ള കാഴ്ചകൾ നല്ല ഭംഗിയുള്ളതായിരുന്നു. റിയാദിലേക്കുള്ള യാത്രയിൽ നമ്മൾ കണ്ടത് കുറേ ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്. പക്ഷേ മക്കയിലേക്കുള്ള യാത്രയിൽ നമ്മൾ കുറച്ചും കൂടി ആൾതാമസമുള്ള സ്ഥലങ്ങളും ഒരുപാട് വില്ലേജസ് ഒക്കെ കാണാൻ പറ്റി. അതുപോലെ സൈഡിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൗണ്ടെയ്ൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഉംറയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ശാരീരികമായും മാനസികമായും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. ഉംറയെ പറ്റി പഠിക്കാനുള്ള ഒരുപാട് എഡ്യൂക്കേഷണൽ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. അതുപോലെയുള്ള വീഡിയോസ് കണ്ടിട്ട് ഉംറയെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഗ്രൂപ്പിൻ്റെ കൂടെ പോകുന്ന സമയത്ത് അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. ഇത് നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് തന്നെ അറിയണം. ഉംറ മെയിനായിട്ട് നിയത്ത്, ഇഹ്റാം, ത്വവാഫ്, പിന്നെ മക്കാമി ഇബ്രാഹിമിൻ്റെ അടുത്തു നിന്നുള്ള 2 റക്അത്ത് നമസ്കാരം, സഫാ മറുവയ്ക്കിടയിലുള്ള നടത്തം, അതുപോലെ ചെറിയൊരു പോർഷൻ മുടി കട്ട് ചെയ്യുന്നതും കൂടിയാണ്. ഉംറയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ദുആകളൊന്നും പ്രത്യേകിച്ച് പഠിക്കാനില്ല. നമുക്ക് അറിയുന്ന ദുആകളൊക്കെ തന്നെ ചൊല്ലാം. ഞങ്ങൾ ദുആ ബുക്സൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തിരക്ക് കാരണം ത്വവാഫിലും സഅയിൽ ചെയ്യുന്ന സമയത്തൊന്നും ആ ബുക്സ് യൂസ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് അത്യാവശ്യം ദുആകളൊക്കെ നമ്മൾ പഠിച്ച് വെക്കുക. അതുപോലെ ത്വാഫിലും സഅയിലും ഒക്കെ നമുക്ക് അത്യാവശ്യം നടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ചെറിയ വർക്കൗട്ട്സൊക്കെ ആദ്യം തന്നെ ചെയ്ത് നമ്മളെ ബോഡി കൂടി അതിന് ഫിറ്റാണെന്ന് ഉറപ്പ് വരുത്തുക. ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉള്ള ആളുകളാണെങ്കിൽ ആദ്യം ഡോക്ടറെ കാണിച്ച് അത്യാവശ്യത്തിനുള്ള മരുന്നുകളൊക്കെ കയ്യിൽ വെക്കണം. ഒരുപാട് നേരത്തെ ഡ്രൈവിന് ശേഷം ഇനി നമ്മൾ കുറച്ച് ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അടുത്ത് കണ്ട ഒരു പെട്രോൾ സ്റ്റേഷനിൽ നിർത്തി. അത് കുറച്ച് നല്ല ഒരു പെട്രോൾ സ്റ്റേഷനായിരുന്നു. എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. പള്ളിയും അതുപോലെ ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടായി. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് നിസ്കാരവും അതുപോലെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ യാത്ര കണ്ടിന്യൂ ചെയ്തത്. അവിടെ ഒരുപാട് ഉംറ ഗ്രൂപ്പിൽ നിന്ന് ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് ആളുകളെ നമ്മളവിടെ കണ്ടു. അപ്പോൾ എല്ലാവരും ലഞ്ച് കഴിക്കാനും പ്രെയറിനൊക്കെ വേണ്ടിയിട്ട് നിർത്തുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഈ യാത്രയിൽ നമ്മളെ ഏറ്റവും അധികം സഹായിച്ചത് GPS-ഉം പവർ ബാങ്കും ആയിരുന്നു. GPS കണക്ട് ചെയ്യുന്നത് കാരണം നമ്മളെ ഫോണിൽ ബാറ്ററി ഡൗൺ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ പവർ ബാങ്ക് വെരി ഹെൽപ്ഫുള്ളായി തോന്നി. ഇനി മീക്കാത്തിലേക്ക് 15 മിനിറ്റ്സ് ദൂരം കൂടിയാണ് ഉള്ളത്. കർണൽ മനാസിൽ എന്ന സ്ഥലത്താണ് UAE-യിൽ നിന്ന് വരുന്ന ആളുകൾക്കുള്ള മീക്കാത്ത് വരുന്നത്.
my heart it bends and bows in the silence where only you know. Subhanaka, the stars they sing your name. In the darkest night I see a glimmer. മീക്കാത്ത് പോയിന്റ് എത്തിയാൽ ഇതേപോലെ ആളുകൾ ഇങ്ങനെ നിന്ന് വിളിക്കണത് കാണാം. അവർ അവർലി ബേസിൽ റൂം റെൻറ്റിന് കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സൗകര്യമാണല്ലോ എന്ന് വിചാരിച്ച് ഇതേപോലെ 1 അവറിനൊരു റൂം റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. പെർ അവർ 30 ദിറംസ് ആണ് വരുന്നത്. റൂമും ബാത്റൂമൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു. അപ്പോൾ ബോയ്സിന് ഇഹ്റാം ക്ലോത്തൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റി. ഞങ്ങൾ അവിടെ നിന്നാണ് ഒളുവൊക്കെ എടുത്തത്. അതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ഷോപ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉംറയ്ക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ്. ദുആ ബുക്സ് വരെ ഞാൻ അവിടെ കണ്ടു. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ മീക്കാത്ത് പോയിന്റിൽ പോയി അവിടുത്തെ പള്ളിയിൽ നിന്ന് 2 റക്അത്ത് നമസ്കരിച്ചു. മിക്ക ആളുകളും ഇവിടെയുള്ള ബാത്റൂം ഫെസിലിറ്റീസൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഇഹ്റാം ക്ലോത്ത് ചേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. എല്ലാ ഫെസിലിറ്റീസും അവിടെ നമ്മൾ കണ്ടു. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്ന ആളുകൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. ഈ ഒരു പോയിൻ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ഉംറയിൽ കയറിയ പോലത്തെ ഒരു ഫീലാണ്. അതുവരെ നമ്മളൊരു സാധാരണ ഒരു യാത്രയിൽ നിന്ന് മാറി ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് കടന്ന പോലത്തെ ഒരു ഫീലാണ് ഉണ്ടാവുക. ഇതൊക്കെ നമ്മളെ ജീവിതത്തിലെ അപൂർവമായ ഓരോ നിമിഷങ്ങളാണ്. ഒരുപാട് ആളുകളെ നമുക്ക് ഇഹ്റാം ഡ്രസ്സിൽ അവിടെ കാണാം. ഇവിടെ മുതൽ തൽബിയത്തും അതേപോലെ ദുആകളൊക്കെ ചൊല്ലിയിട്ടാണ് നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്തത്. فأهل الوفاء كلون السحاب وحسن الربيع وماء المطر. أحب الوفاء بشتى الصور أحب الوفي. ഈ ഒരു സമയമായപ്പോഴേക്കും നല്ല ഇരുട്ടായിരുന്നു. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡ്രൈവിങ് കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പോൾ നിങ്ങൾ റിയാദിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങുക. ഞങ്ങൾ മക്കയിൽ താമസിച്ചത് അസീസിയയിലുള്ള എബിസ് സ്റ്റൈൽ ഹോട്ടലിലാണ്. അവർ എല്ലാ 1 അവറിലും ഷട്ടിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ദിവസം ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ബസ് എടുത്തിട്ടാണ് പോയത്. പക്ഷേ തിരിച്ചു വരുന്ന സമയത്ത് ബസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടി. അവരുടെ ബസ് സ്റ്റോപ്പ് ചെയ്യണത് ഗസ ഏരിയയ്ക്ക് അടുത്തുള്ള ഷുഐബ് ആമിർ എന്ന സ്റ്റേഷനിലാണ്. അപ്പോൾ ആ സ്ഥലം കണ്ടുപിടിക്കാത്ത കാരണം ഞങ്ങൾ ആദ്യത്തെ ദിവസം കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് എത്തിയത്. ഹോട്ടലിലെത്തി ലഗേജ് ഡ്രോപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ബസ്സിൽ ഹറമിലേക്ക് പോയി. അവിടുന്ന് മഗ്രിബും ഇശാവും നിസ്കരിച്ചതിന് ശേഷം ഉംറ നിർവഹിച്ചു. ആദ്യമായിട്ട് കാബ നേരിട്ട് കാണുമ്പോഴുള്ള അനുഭവം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എല്ലാ വിശ്വാസികൾക്കും ആ സ്ഥലത്ത് പോവാനും ഉംറയും ഹജ്ജും നിർവഹിക്കാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉംറയ്ക്കിടയിൽ ഞാൻ ഒരു വീഡിയോയും ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. കാരണം ഉംറ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുള്ളി ഫോക്കസ്ഡ് ആയിരിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. ഇതിൽ ഞാൻ കാണിക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ ഉംറയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ കുറച്ചധികം സമയം പള്ളിയിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോസാണ്. ഒരുപാട് ആളുകൾ സയേൻ്റെയും ത്വാഫിൻ്റെയും സമയത്ത് വരെ വീഡിയോ കോൾ ചെയ്യുന്നത് കാണാൻ പറ്റി. അതെല്ലാം ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അതുപോലെ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. ഉംറ കഴിഞ്ഞ് ഹോട്ടലിൽ എത്തിയപ്പോഴേക്കും എല്ലാവരും ടയേർഡായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് ഉറങ്ങി. ഇതായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം. 2 nights ആണ് ഞങ്ങൾ മക്കയിൽ ഉണ്ടായത്. ലോക്കൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ടായില്ല. ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ഹോട്ടലിൻ്റെ കൂടെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 50 ദിറംസും, അതല്ല സുബഹിക്ക് മുന്നേ ഹോട്ടലിൽ വന്ന് നേരിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 30 ദിറംസുമാണ് അവർ ചാർജ് ചെയ്തിരുന്നത്. ഹോട്ടലിലെ പാർക്കിംഗ് ലിമിറ്റഡ് ആയിരുന്നു. പക്ഷെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് പാർക്കിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ കാർ അവിടെയാണ് പാർക്ക് ചെയ്തത്. അടുത്ത ദിവസം ഫ്രൈഡേ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പള്ളിയിലേക്ക് ഇറങ്ങി. നേരത്തെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് പള്ളിയുടെ അകത്ത് നിസ്കരിക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ഫ്രൈഡേ ആണെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങുക. ഏകദേശം ഒരു 10 മണി ആയപ്പോഴേക്കും ഞങ്ങൾ പള്ളിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ജുമുഅയ്ക്ക് ശേഷം ഞങ്ങൾ ഇഷ വരെ പള്ളിയിൽ തന്നെ ഇരുന്നു.
അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം അവിടെയൊക്കെ ഒന്ന് നടന്ന് കാണാൻ പറ്റി. കുട്ടിക്കാലം മുതൽ നമ്മൾ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരുപാട് കാലങ്ങളായി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തു കൂടി നമ്മൾ നടക്കുമ്പോൾ അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع. ലാസ്റ്റ് ഡേ ഒരുപാട് വിഷമത്തോടെയാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയത്. ഇനിയും നമുക്ക് അവിടെ പോകാനുള്ള അനുഗ്രഹം അള്ളാഹു തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മൾ തിരിച്ചു പോന്നു. അതിനുശേഷം ഹോട്ടലിലെത്തി എല്ലാം പാക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ മദീനയിലേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു. Ya Allah, my heart it bends and bows in the silence where only you know. Subhanaka, the stars they sing your name. In the darkest night I see a glimmer of eternity. Allahu Nur as-samawati wal-ard. Your light guides the lost and scarred. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾക്ക് മദീനയിലേക്കുള്ള യാത്രയും മദീനയിലെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.